അഞ്ജലി ദേവദാസ് ബയോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മ്യൂണോളജി, ആൻറ്റിജൻ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ആൻറ്റിജൻ. ആൻഡ് ആൻറ്റിജൻ ഈസ് എനി സബ്സ്റ്റൻസ് ദാറ്റ് വെൻ എൻ്റർ ദ ബോഡി പ്രോംപ്റ്റ് ദ ബോഡി ടു പ്രൊഡ്യൂസ് ആൻ ആൻറ്റിബോഡി. അപ്പോൾ ഒരു ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ ഉണ്ടാക്കും, ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കും. ദ ആൻറ്റിബോഡി സ്പെസിഫിക്കലി റിയാക്ട് ഒൺലി വിത്ത് എ പർട്ടിക്കുലർ ആൻറ്റിജൻ. ആൻറ്റിബോഡി ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആൻറ്റിജൻ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ദിസ് യൂണിക് റിയാക്ഷൻ ഈസ് എ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ഓഫ് ഇമ്മ്യൂണിറ്റി. ആൻറ്റിജൻസ് ആർ ടിപ്പിക്കലി ഫോറിൻ പ്രോട്ടീൻ ദാറ്റ് ഇൻവേർട്ട് ദ ബോഡി ഡ്യൂറിങ് ആൻ ഇൻഫെക്ഷൻ. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ്റെ സമയത്ത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഫോറിൻ പ്രോട്ടീൻസുകളാണ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ആൻറ്റിജൻ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ആസ് ഫോളോസ്: സ്മോൾ മോളിക്യൂൾസ്, ലാർജ് മോളിക്യൂൾസ്. ഇപ്പോൾ സ്മോൾ മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ കെമിക്കൽസ് ആവാം, ഷുഗേഴ്സ് ആവാം, സ്മോൾ പെപ്റ്റൈഡ്സ്, ഇതിനൊക്കെ ആൻറ്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുക. ലാർജ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി കോംപ്ലക്സ് പ്രോട്ടീൻസ് ആണ്. ഈ ആൻറ്റിജൻ്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, അതർ മൈക്രോബ്സ്. ആൻഡ് സം ആൻറ്റിജൻസ് ആർ റിലീസ്ഡ് വെൻ സെൽ ഡൈ ഓർ ഡികമ്പോസ്, ഫോർ ഇൻസ്റ്റൻസ് എൻസൈംസ്, ടോക്സിൻസ് സച്ച് ആസ് ബോട്ടുലിൻ ടോക്സിൻ, ഡിപ്തീരിയ ടോക്സിൻ. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ എന്ത് വേണമെങ്കിലും ആൻറ്റിജൻ ആവാം. കെമിക്കൽസിനും, ഷുഗേഴ്സ്, സ്മോൾ പെപ്റ്റൈഡ്സ്, അല്ലെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സ് പ്രോട്ടീൻസ്, അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, അല്ലെങ്കിൽ ഈ പറയുന്ന എൻസൈംസ്, ടോക്സിൻസ്, ഇതൊക്കെ എന്താണ് ആൻറ്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ടൈപ്സ് ഓഫ് ആൻറ്റിജൻ: എക്സോജീനസ് ആൻറ്റിജൻ, എൻഡോജീനസ് ആൻറ്റിജൻ, സെൽഫ് ആൻറ്റിജൻ, ട്യൂമർ ആൻറ്റിജൻസ്, അങ്ങനെ പല തരത്തിലുള്ള ആൻറ്റിജൻസ് ഉണ്ട്. എക്സോജീനസ് ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, അതായത് ഔട്ട്സൈഡ് സോഴ്സ്, പുറത്തുനിന്ന് വരുന്ന എൻ്റർ ചെയ്യുന്ന ആൻറ്റിജൻസുകളാണ് എക്സോജീനസ് ആൻറ്റിജൻ. ബാക്ടീരിയ, പാരസൈറ്റ്സ്, ടോക്സിൻസ്, ഇതൊക്കെ എന്താണ് ബ്രീത്തിങ്, ഈറ്റിംഗ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വഴിയൊക്കെ നമ്മളുടെ ബോഡിയുടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. എൻഡോജീനസ് ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സെല്ലിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ദോസ് ജനറേറ്റഡ് വെൻ വൈറസ് റെപ്ലിക്കേറ്റ് ഇൻസൈഡ് ദ സെൽ. നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിൽ വൈറസ് റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ വൈറൽ ടോക്സിൻസ് ഒക്കെ റിലീസ് ചെയ്യും. സോ അത് ഒരു എൻഡോജിനസ് ആൻറ്റിജൻ ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ സെൽഫ് ആൻറ്റിജൻ എന്ന് പറയുന്നത് ഓട്ടോ ആൻറ്റിജൻ ആണ്. നമ്മളുടെ സ്വന്തം പ്രോട്ടീൻസ് തന്നെയാണ് സെൽഫ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ടിപ്പിക്കലി നോട്ട് ടാർഗറ്റഡ് ബൈ ദ ഇമ്മ്യൂൺ സിസ്റ്റം. ഹൗവർ ഇഫ് ദേ അപ്പിയർ ഇൻ അപ്രോപ്രിയറ്റ്ലി ദ ഇമ്മ്യൂൺ സിസ്റ്റം മേ റെക്കഗ്നൈസ് ദം ആസ് ഫോറിൻ. അത് ശരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ ടാർഗറ്റ് ചെയ്യുന്നില്ല, പക്ഷെ അത് മര്യാദക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ അതിനെ ഫോറിൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡി ഉണ്ടാക്കും. ഇപ്പോൾ അതിന് ഉദാഹരണം പറയുന്നുണ്ട് ഐലൻഡ്സ് പ്രോട്ടീൻ. ഇതൊക്കെ എന്താണ് ആൻറ്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ട്യൂമർ ആൻറ്റിജൻ എന്ന് പറയുന്നത് നമ്മളുടെ ക്യാൻസർ സെൽസ് അല്ലെങ്കിൽ ട്യൂമർ സെൽസിൻ്റെ സർഫസിലുള്ള ആൻറ്റിജൻ ആണ്. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ പ്രൊവോക്ക് ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് ആൻറ്റിജൻസ് എന്ന് പറയുന്നത്. അത് കെമിക്കൽസ് ആവാം, ഷുഗേഴ്സ് ആവാം, കുറച്ചും കൂടി കോംപ്ലക്സ് പ്രോട്ടീൻസ് ആവാം, എൻസൈംസ് ആവാം, ടോക്സിൻസ് ആവാം, പലതരത്തിലുള്ള ആൻറ്റിജൻസ് ഉണ്ട്. എക്സോജിനസ് ആൻറ്റിജൻ എന്ന് പറയുന്ന ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് വരുന്നതാണ്. എൻഡോജിനസ് എന്ന് പറയുമ്പോൾ വിത്തിൻ സെല്ലിലുള്ളതാണ്. സെൽഫ് ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോഡീസ് ഓൺ പ്രോട്ടീൻ ആണ്. അവർ മര്യാദക്ക് വർക്ക് ചെയ്തില്ലെങ്കിൽ അത് ഫോറിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആൻറ്റിബോഡീസ് ഉൽപ്പാദിപ്പിക്കും. പിന്നെ ട്യൂമർ ആൻറ്റിജൻസ് എന്ന് പറയുന്നത് ട്യൂമർ സെൽസിൻ്റെ സർഫസിലുള്ളതാണ്. ഇനി ആൻറ്റിജൻസിൻ്റെ പ്രോപ്പർട്ടി നോക്കാം. ഇമ്മ്യൂണോജെനിസിറ്റി, ഇമ്മ്യൂണോളജിക്കൽ റിയാക്ടിവിറ്റി. അപ്പോൾ ഇമ്മ്യൂണോജെനിസിറ്റി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ടു ഇനിഷ്യേറ്റ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ്, അതായത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു എബിലിറ്റിനെയാണ് ഇമ്മ്യൂണോജെനിസിറ്റി എന്ന് പറയുന്നത്. ഇമ്മ്യൂണോളജിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ടു സ്പെസിഫിക്കലി റിയാക്ട് വിത്ത് ആൻറ്റിബോഡി ഓർ സെൻസിറ്റൈസ്ഡ് സെൽസ്. ഓക്കെ, അതായത് ഈ ഒരു ആൻറ്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യാനായിട്ടുള്ള എബിലിറ്റിനെയാണ് ഇമ്മ്യൂണോളജിക്കൽ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ബേസ്ഡ് ഓൺ ദിസ് ആൻറ്റിജൻ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 types: കംപ്ലീറ്റ് ആൻറ്റിജൻ ആൻഡ് ഹാപ്റ്റൻ. ഇപ്പോൾ കംപ്ലീറ്റ് ആൻറ്റിജൻ എന്ന് വെച്ചാൽ എന്താണ്? ദേ ആർ കാപ്പബിൾ ഓഫ് ഇൻഡ്യൂസിങ് ആൻറ്റിബോഡി ഫോർമേഷൻ. അപ്പോൾ ആൻറ്റിബോഡി ഉണ്ടാക്കാനായിട്ട് ഇൻഡ്യൂസ് ചെയ്യിക്കാനായിട്ട് കഴിവുള്ള ആൻറ്റിജനെയാണ് ഒരു കംപ്ലീറ്റ് ആൻറ്റിജൻ. അതായത് ഈ ഒരു ആൻറ്റിജൻ നമ്മളുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അത് മനസ്സിലാക്കി അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിബോഡി ഫോം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ടായിരിക്കണം. അതാണ് കംപ്ലീറ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ക്യാൻ ഓൾസോ സ്പെസിഫിക്കലി റിയാക്ട് വിത്ത് ആൻറ്റിബോഡി. എന്നിട്ട് ആ ഒരു ആൻറ്റിബോഡി ആയിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ള ആ ഒരു ആൻറ്റിജനെയാണ് കംപ്ലീറ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. അതേസമയം ഹാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാപ്റ്റൻ കനോട്ട് ഇൻഡിപെൻഡൻ്റ്ലി ഇൻഡ്യൂസ് ആൻറ്റിബോഡി ഫോർമേഷൻ. അതായത് അത് ആൻറ്റിജൻ ആണ്, പക്ഷെ അവർക്ക് ആൻറ്റിബോഡി ഫോർമേഷൻ ഒന്നും ഇൻഡ്യൂസ് ചെയ്യിക്കാനുള്ള കഴിവില്ല. ദേ ക്യാൻ റിയാക്ട് വിത്ത് ആൻറ്റിബോഡി വൺസ് ദേ ആർ പ്രൊഡ്യൂസ്, ബിക്കം ഇമ്മ്യൂണോജനിക് ഓൺലി വെൻ ദേ ആർ ലിങ്ക്ഡ് ടു ലാർജർ മോളിക്യൂൾ കോൾഡ് കാരിയർ. അതായത് ഇവർ
ഇമ്മ്യൂണോജനിക് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഹാപ്റ്റന്റെ കൂടെ ഒരു കാരിയർ അല്ലെങ്കിൽ ഒരു ലാർജ് മോളിക്യൂൾ ലിങ്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്കൊരു കംപ്ലീറ്റ് ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പെനിസിലിൻ എന്താണ്? ദേ ക്യാൻ ആക്ട് ആസ് എ ഹാപ്റ്റൺ ബൈ ബൈൻഡിങ് ടു ബോഡി പ്രോട്ടീൻ ലീഡിങ് ടു ഹാപ്റ്റൺ കാരിയർ കോംപ്ലക്സ് വിച്ച് ക്യാൻ ട്രിഗർ അലർജി ഓർ ഈവൻ അനാഫിലാക്സിസ്. അപ്പോൾ പെനിസിലിൻ എന്ന് പറയുന്നത് ഒരു ഹാപ്റ്റൺ ആണ്. ഈ ഒരു ഹാപ്റ്റന് ഒരു കാരിയർ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്താൽ ഒരു ഹാപ്റ്റൺ കാരിയർ കോംപ്ലക്സ് ഫോം ചെയ്യും. അങ്ങനെ അലർജി ട്രിഗർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ഹാപ്റ്റൺ ഹാവ് എ മോണോവാലന്റ്. അപ്പോൾ സിമ്പിൾ ഹാപ്റ്റൺ എന്ന് പറയുന്നത് മോണോവാലന്റ് ആണ്. മോണോവാലന്റ് എന്ന് വെച്ചാൽ അവർക്കൊരു സിംഗിൾ ബൈൻഡിങ് സൈറ്റ് ഉണ്ടാവുള്ളൂ. കോംപ്ലക്സ് ഹാപ്റ്റൺ എന്ന് പറയുമ്പോൾ അവർ പോളിവാലന്റ് ആണ്. അവർക്ക് കുറേ മൾട്ടിപ്പിൾ ബൈൻഡിങ് സൈറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നോക്കിക്കേ, ഇതൊരു ഹാപ്റ്റൺ ആണ്, ഇതൊരു കാരിയർ മോളിക്യൂൾ ആണ്. ഹാപ്റ്റൺ പ്ലസ് കാരിയർ മോളിക്യൂൾ വരുമ്പോഴാണ് അതൊരു കംപ്ലീറ്റ് ആന്റിജൻ ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. കംപ്ലീറ്റ് ആന്റിജൻ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവർക്ക് ആന്റിബോഡി ഫോർമേഷൻ ഇൻഡ്യൂസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതാണ് ആന്റിജനിക് ഡിറ്റർമിനൻസ്. ആന്റിജനിക് ഡിറ്റർമിനൻസിനെയാണ് എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ആന്റിജനിസിറ്റി, ഇറ്റ് ഈസ് സ്പെസിഫിക് പാർട്ട് ഓഫ് ആന്റിജൻ ദാറ്റ് ബൈൻഡ് വിത്ത് ആൻ ആന്റിബോഡി. ഓക്കെ, അപ്പോൾ എന്താണ്? ആന്റിജന്റെ പാർട്ടിനെയാണ് എപ്പിടോപ്പ് എന്ന് പറയുന്നത്. എപ്പിടോപ്പ് എന്ന് പറയുന്ന പാർട്ടാണ് ആന്റിബോഡി ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ആന്റിജൻ മേ ഹാവ് മൾട്ടിപ്പിൾ എപ്പിടോപ്പ്. ആന്റിബോഡി സ്പെസിഫിക്കലി റെക്കഗ്നൈസ് ആൻഡ് അറ്റാച്ച് ടു എപ്പിടോപ്പ്. അപ്പോൾ ഒരു ആന്റിജൻ എന്ന് പറയുമ്പോൾ അവർക്ക് മൾട്ടിപ്പിൾ എപ്പിടോപ്സ് ഉണ്ടാക്കും. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ഫിഗർ നോക്കിയാൽ അറിയാം, ഇത് ആന്റിജന്റെ എപ്പിടോപ്പ്. ഈ ഒരു എപ്പിടോപ്പിലേക്കാണ് ആര് വന്ന് ബൈൻഡ് ചെയ്യുന്നത്? നമ്മളുടെ ആന്റിബോഡിയുടെ പാരാടോപ്പ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എപ്പിടോപ്പ് എന്ന് പറയുന്നത് ആന്റിജന്റെയും പാരാടോപ്പ് എന്ന് പറയുന്നത് ആന്റിബോഡിയുടെയുമാണ്. ഓക്കെ, സോ എപ്പിടോപ്പ് എന്ന് പറയുന്നത് ഒരു ആന്റിജനിക് ഡിറ്റർമിനന്റ് എന്ന് പറയും. ദ സ്പെസിഫിക് സെഗ്മെന്റ് ഓഫ് ആൻ ആന്റിജൻ that is recognized and bound by an antibody. So the type include linear epitope and conformational epitope. അപ്പോൾ രണ്ട് തരത്തിലുള്ള എപ്പിടോപ്പ് ഉണ്ട്. ലീനിയർ എപ്പിടോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രിങ് ഓഫ് അമിനോ ആസിഡ്സ് കൊണ്ടുള്ള ഒരു എപ്പിടോപ്പാണ്. കൺഫോർമേഷണൽ എപ്പിടോപ്പ് എന്ന് പറയുന്നത് അതിനൊരു 3D സ്ട്രക്ചർ കൊണ്ട് ഉള്ളതാണ്. ഓക്കെ, ഇനി പാരാടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിബോഡിയുടെ പാർട്ടിനെയാണ്. അപ്പോൾ എപ്പിടോപ്പ് എന്ന് പറയുന്നത് ആന്റിജന്റെ പാർട്ടും പാരാടോപ്പ് എന്ന് പറയുന്നത് ആന്റിബോഡിയുടെ പാർട്ടിനെയാണ് പാരാടോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആന്റിജൻ ബേസ്ഡ് ഓൺ ടി സെൽ ഇൻവോൾവ്മെന്റ്. ടി സെൽ ഇൻഡിപെൻഡന്റ് ആന്റിജനും ഉണ്ട്, ടി സെൽ ഡിപെൻഡന്റ് ആന്റിജനും ഉണ്ട്. ടി സെൽ ഇൻഡിപെൻഡന്റ് ആന്റിജൻ എന്ന് പറയുന്നത് സിമ്പിൾ സ്ട്രക്ചർ ആണ്. കുറച്ച് എപ്പിടോപ്സ് മാത്രമേ ഉള്ളൂ. അവർ ഇമ്യൂണോളജിക്കൽ മെമ്മറി ഒന്നും ജനറേറ്റ് ചെയ്യില്ല. പക്ഷെ ടി സെൽ ഡിപെൻഡന്റ് ആന്റിജൻ ആണെങ്കിൽ കുറച്ചുകൂടി കോംപ്ലക്സ് സ്ട്രക്ചർ ആണ്. മൾട്ടിപ്പിൾ എപ്പിടോപ്സ് ഉണ്ടാകും. പിന്നെ എന്താണ്? അവർ ഇമ്യൂണോജനിക് ആവും. അതുപോലെ തന്നെ ഇമ്യൂണോളജിക്കൽ മെമ്മറിയും അവർ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തതാണ് ആന്റിബോഡി. ആന്റിബോഡിനെ നമ്മൾ ഇമ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയും. ഓക്കെ, സോ ആന്റിബോഡി എന്ന് പറയുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ബൈ ദ ബോഡി ഇൻ റെസ്പോൺസ് ടു ആൻ ആന്റിജൻ. നമ്മളുടെ ബോഡിയിലേക്ക് ഒരു ആന്റിജൻ എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻസുകളാണ് ആന്റിബോഡീസ്. ഓക്കെ, in 1937, Tiselius distinguished serum protein, albumin, alpha, beta and gamma globulins. Antibody activity was primarily found in gamma globulin, which led to the term antibody. In 1964, World Health Organization formally adopted the term immunoglobulin. Okay, അപ്പോൾ എന്താണ് 1964 വേൾഡ് ഹെൽത്ത് WHO ആണ് ഈ പറയുന്ന ടേം ഇമ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് കൊണ്ടുവന്നത്. സോ ഇതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്ലാസ്മ സെൽസ്, അതായത് ബി സെൽസിലുള്ള പ്ലാസ്മ സെൽസുകളാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ സർട്ടൺ ലിംഫോസൈറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആന്റിജനെ കാണുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്ത് നമ്മളുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോ പ്രോട്ടീൻസുകളാണ് ഇമ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ബി സെൽസ് എന്ന് പറയുമ്പോൾ പ്ലാസ്മ സെൽസും എഫക്ടർ സെൽസും ഉണ്ട്. പ്ലാസ്മ സെൽസുകളാണ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഫക്ടർ സെൽസിലാണ് മെമ്മറി സെൽസുകൾ ആയിട്ട് മാറുന്നത്, എഫക്ടർ മെമ്മറി സെൽസ്. ഓക്കെ, ഇനി അടുത്തത് ബേസിക് സ്ട്രക്ചർ ഓഫ് ഇമ്യൂണോഗ്ലോബുലിൻ. ആന്റിബോഡി എന്ന് പറയുന്നത് ഗ്ലൈക്കോ പ്രോട്ടീൻ ആണ്. അതിന് 4 പോളിപെപ്റ്റൈഡ് ചെയിൻ ഉണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇമ്യൂണോഗ്ലോബുലിന്റെ സ്ട്രക്ചറാണ് ഇത് കണ്ട് ഇങ്ങനെ ഒരു വൈ ഷേപ്ഡ് സ്ട്രക്ചറാണ് ഇമ്യൂണോഗ്ലോബുലിനുള്ളത്. 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിൻ ആണുള്ളത്. ഓക്കെ, അപ്പോൾ 2 ഹെവി ചെയിൻ എന്ന് പറയുന്നത് നോക്കിക്കേ, ഈ ഒരു എന്താണ് ഗ്രീൻ കളർ കാണിച്ചിരിക്കുന്നതാണ് ഹെവി ചെയിൻ. ആ ഒരു കുറച്ചുള്ള ഭാഗം അതാണ് ലൈറ്റ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാർജ് 2 ലാർജ് ഹെവി ചെയിനും 2 സ്മോൾ ലൈറ്റ്
ചെയിനും ആണുള്ളത്. ഹെവി ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു 50,000 ഡാൾട്ടൺ അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു 25,000 ആണ് അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ചെയിനുകൾ തമ്മിൽ പരസ്പരം ലിങ്ക് ചെയ്ത് ഒരു ഡൈസൾഫൈഡ് ബോണ്ടുകളുണ്ട്. ഓക്കെ, രണ്ട് ചെയിനുകൾ തമ്മിലും രണ്ട് ഹെവി ചെയിനുകൾക്കിടയിലായിട്ടും അങ്ങനെ അവർക്കിടയിൽ ഒരു ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈറ്റ് ചെയിൻ നോക്കാം. ലൈറ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ അതിൽ 2 ടൈപ്സുകളുണ്ട്, കാപ്പ ആൻഡ് ലാംഡ. അത് ഹ്യൂമൻ റേഷ്യോ എന്ന് പറയുമ്പോൾ 2:1, 2 കാപ്പ 1 ലാംഡ, അങ്ങനെ 2:1 എന്നുള്ളൊരു റേഷ്യോയിലാണ് കാണുന്നത്. അപ്പോൾ ലൈറ്റ് ചെയിനിൽ 2 ടൈപ്സ് ഉണ്ട്, കാപ്പ ചെയിൻ, കാപ്പ ലൈറ്റ് ചെയിൻ ആൻഡ് ലാംഡ ചെയിൻ. അപ്പോൾ കാപ്പ ആൻഡ് ലാംഡ. അപ്പോൾ നോക്കിക്കേ, വൈ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ദ 4 ചെയിൻ ഫോം എ ഫ്ലെക്സിബിൾ വൈ ഷേപ്പ്. അങ്ങനെ ഈ 4 ചെയിനും കൂടി ചേർന്ന് ഒരു വൈ ചെയിൻ ആയിട്ടാണ്, ഒരു വൈ ഷേപ്പാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതിന് FAB റീജിയനും FC റീജിയനും ഉണ്ട്. FAB റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റിജൻ ബൈൻഡിങ് ഫ്രാഗ്മെന്റിനെയാണ് FAB, അതായത് ആ ഒരു ഭാഗത്താണ് ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ ആന്റിജൻ ബൈൻഡിങ് എന്നാണ്, ഫ്രാഗ്മെന്റ് ആന്റിജൻ ബൈൻഡിങ് എന്നാണ് FABയുടെ പറയുന്നത്. FC റീജിയൻ എന്ന് പറഞ്ഞാൽ ഫ്രാഗ്മെന്റ് ക്രിസ്റ്റലൈസേഷൻ, ആ ഒരു വൈ ഷേപ്പിന്റെ സ്റ്റെമ്മാണ് ഈ പറയുന്ന FC റീജിയൻ. ഈ ഒരു FC റീജിയൻ ആണ് ഓരോ അതായത് ഫാഗോസൈറ്റ്സുകളുടെയൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ സർഫസിലുള്ള റിസപ്റ്റേഴ്സിൽ വന്നിരിക്കുന്നത് ഇമ്യൂണോഗ്ലോബുലിന്റെ FC റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഫാഗോസൈറ്റിക് സെൽസുകളുടെ റിസപ്റ്റേഴ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്യുന്നത് FCയും ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത് FABയിലേക്കുമാണ്. ഓക്കെ, അപ്പോൾ FAB ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ വൈയാം. അപ്പോൾ വൈയാമിന്റെ ടിപ്പിൽ കാണുന്നതാണ് FAB റീജിയൻ, അവിടെയാണ് ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. FC റീജിയൻ എന്ന് പറയുന്നത് വൈയുടെ സ്റ്റെം ഭാഗത്താണ് FC റീജിയൻ എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ഇവർ മെയിനായിട്ട് ഫാഗോസൈറ്റിക് സെൽസിന്റെ റിസപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ഈ ഒരു FC റീജിയൻ ആണ്. ഇനി അടുത്തത് റീജിയൻസ് ഓഫ് ചെയിൻ, വേരിയബിൾ റീജിയൻ ആൻഡ് കോൺസ്റ്റന്റ് റീജിയൻ. അപ്പോൾ ഇനി ഈ ചെയിനിൽ തന്നെ നോക്കുകയാണെങ്കിൽ വേരിയബിൾ റീജിയൻ ഉണ്ട്, കോൺസ്റ്റന്റ് റീജിയൻ ഉണ്ട്. വേരിയബിൾ റീജിയൻ എന്ന് പറഞ്ഞാൽ അത് ഹെവി ചെയിൻസിനുണ്ട്, ലൈറ്റ് ചെയിൻസിനുണ്ട്. ദേ റെക്കഗ്നൈസസ് ആന്റിജൻ. അപ്പോൾ നോക്കിക്കേ, വേരിയബിൾ റീജിയൻ, ഹെവി ചെയിനിന്റെ വേരിയബിൾ റീജിയനെയാണ് നമ്മൾ VH എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ലൈറ്റ് ചെയിനിന്റെ വേരിയബിൾ റീജിയനെ VL എന്ന് റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും 2 പേർക്കും വേരിയബിൾ റീജിയൻ ഉണ്ട്. അങ്ങനെയാണ് ഈ കോൺസ്റ്റന്റ് റീജിയൻ ഏറ്റവും കൂടുതലുള്ളത് കോൺസ്റ്റന്റ് റീജിയൻ ആണ്. നോക്കിക്കേ, കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ഉണ്ട്? ഇതേ കണ്ടോ, ലൈറ്റ് ചെയിന്റെ കോൺസ്റ്റന്റ് റീജിയനെ നമ്മൾ CL എന്ന് റെപ്രസെന്റ് ചെയ്യും, CL. പിന്നെ ഹെവി ചെയിന്റെ കോൺസ്റ്റന്റ് റീജിയനെയാണ് CH എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ CH1, CH2, CH3 3 കോൺസ്റ്റന്റ് റീജിയൻ ആണ് ഹെവി ചെയിൻ ഉള്ളത്. CL എന്ന് പറഞ്ഞിട്ട് ഒരു ചെയിനാണ്, ഒരു കോൺസ്റ്റന്റ് ചെയിനാണ്, റീജിയൻ ആണ് ലൈറ്റ് ചെയിൻ ഉള്ളത്. ഓക്കെ, സോ ചെയിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഈ ഇമ്യൂണോഗ്ലോബുലിൻ കംപ്രൈസ് ഓഫ് 2 ലൈറ്റ് ചെയിനും 2 ഹെവി ചെയിനും ഉണ്ട്. അതിൽ വേരിയബിൾ റീജിയൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇതാണ് നമ്മളുടെ വൈ ഷേപ്ഡ് ഇമ്യൂണോഗ്ലോബുലിൻ. ഇതിന് എന്താണ്, ഒരു N ടെർമിനലും ഒരു കാർബോസി ടെർമിനലും, ഒരു അമിനോ ടെർമിനലും ഒരു കാർബോസി ടെർമിനലും ഉണ്ട്. ഈ അമിനോ ടെർമിനലിന്റെ ഭാഗത്താണ് വേരിയബിൾ റീജിയൻ ഉള്ളത്. ഓക്കെ, ഇപ്പോൾ വേരിയബിൾ റീജിയൻ അറ്റ് ദ അമിനോ ടെർമിനൽ ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ആന്റിജൻ ബൈൻഡിങ്. ആ ഒരു ഭാഗത്താണ് ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ബോത്ത് ലൈറ്റ് ആൻഡ് ഹെവി ചെയിൻ കോൺട്രിബ്യൂട്ട് ടു ആന്റിജൻ ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ലൈറ്റ് ചെയിനിലേക്കും ഹെവി ചെയിനിലേക്കുമാണ്. ഓക്കെ, ആൻഡ് ദേ കണ്ടെയ്ൻ ഹൈപ്പർ വേരിയബിൾ റീജിയൻസ്. ഓക്കെ, ഇനി കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറയുന്നത് കാർബോസി ടെർമിനലിന്റെ ഭാഗത്താണ് ഉള്ളത്. ഓക്കെ, ഇനി അതിന്റെ പ്രത്യേകതകൾ നോക്കാം. ഡൈസൾഫൈഡ് ബോണ്ടുകൾ ഉണ്ട്, അതായത് 2 ഹെവി ചെയിനും ഇതേ കണ്ടോ, ഹെവി ചെയിനും ലൈറ്റ് ചെയിനും ഇടയ്ക്ക് ഒരു എന്താണ് ഇന്റർചെയിൻ ഡൈസൾഫൈഡ് ബോണ്ടും. പിന്നെ അതുപോലെ തന്നെ എന്താണ്, 2 ഹെവി ചെയിൻ്റെ നടുക്കായിട്ട് ഇൻട്രാ ചെയിൻ, ഇൻട്രാ എന്ന് പറയുമ്പോൾ 2നും ഇടയിലായിട്ട് ഇൻട്രാ ചെയിൻ എന്താണ്, ഇൻട്രാ ചെയിൻ ഡൈസൾഫൈഡ് ബോണ്ട് ഉണ്ട്. അപ്പോൾ ലൈറ്റ് ചെയിനും ഹെവി ചെയിൻ എന്ന് പറയുമ്പോൾ 2 ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഇന്റർചെയിൻ ഡൈസൾഫൈഡ് ബോണ്ടും 2 ഹെവി ചെയിൻ്റെ നടുക്കായിട്ട് ഒരു ഇൻട്രാ ചെയിൻ ബോണ്ടുകളാണ് ഉള്ളത്. ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത് ലൈറ്റ് ചെയിൻ്റെയും ഹെവി ചെയിൻ്റെയും വേരിയബിൾ റീജിയനിലേക്കാണ്, അതായത് VL VH റീജിയൻസിലേക്കാണ് ആന്റിജൻ ബൈൻഡ് ചെയ്യുന്നത്. അതുപോലെ ഹിഞ്ച് റീജിയൻ ഉണ്ട്. ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത് എന്താണ്, CH1, അതായത് ഇതാണ് നമ്മളുടെ ഹെവി ചെയിൻ്റെ കോൺസ്റ്റന്റ് റീജിയൻ CH1, CH2, CH3. അതിൽ CH1നും CH2നും ഇടയിലായിട്ട് ഒരു റീജിയൻ കണ്ടിട്ടില്ല, ഇത് ഈ ഒരു ഭാഗം, ഇതിനെയാണ് ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ FC റീജിയൻ നമുക്കറിയാം. FC റീജിയൻ ആണ് ചെയ്യുന്നത് ഫാഗോസൈറ്റിക് സെൽസിന്റെ റിസപ്റ്റേഴ്സിലേക്ക് പോയി ബൈൻഡ് ചെയ്ത് കോംപ്ലിമെന്റ് സിസ്റ്റത്തിനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു FC റീജിയൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു?
ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന എന്താണ് ഒരു ഫോറിൻ പാർട്ടിക്കിളാണ്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവോക്ക് ചെയ്യിക്കാനായിട്ടും ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ടും പറ്റും. ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ എന്താണ്? കെമിക്കൽസ് ആവാം, ഷുഗേഴ്സ് ആവാം, ടോക്സിൻസുകളാവാം, പിന്നെ എക്സോജിനസ് ആൻറ്റിജൻ, എൻഡോജിനസ് ആൻറ്റിജൻ, സെൽഫ് ആൻറ്റിജൻ, ട്യൂമർ ആൻറ്റിജൻസ്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. പിന്നെ ഒരു കംപ്ലീറ്റ് ആൻറ്റിജൻ ആവുമ്പോഴാണ് അവർക്ക് ആൻറ്റിബോഡി ഉണ്ടാക്കാൻ പറ്റുന്നത്. ഹാപ്റ്റൺ ആണെങ്കിൽ അവർക്ക് പറ്റില്ല. ഹാപ്റ്റന്റെ കൂടെ ഒരു ലാർജ് കാരിയർ മോളിക്യൂൾ കൂടി വരുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് ആന്റിബോഡി ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. പിന്നെ ആന്റിജന്റെ ഭാഗത്തിന് എപ്പിടോപ്പ് എന്നും ആന്റിബോഡിയുടെ ഭാഗത്തിന് പാരാടോപ്പ് എന്ന് പറയും. പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ ആന്റിബോഡിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആന്റിബോഡി എന്ന് പറയുന്നത് വൈ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. പിന്നെ എന്താണ്? അവർക്ക് 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിനാണ് ഉള്ളത്. ഈ പറയുന്ന ലൈറ്റ് ചെയിന് കാപ്പ ലാംഡ എന്ന് പറയുന്ന 2 ടൈപ്സ് ഉണ്ട്. അതുകൂടാതെ ഈ ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മളുടെ ലൈറ്റ് ചെയിനിലേക്കും ഹെവി ചെയിനിലേക്കും വരുന്നുണ്ട്. അതായത് അമിനോ ടെർമിനൽ ഭാഗത്തായിട്ടാണ് വന്ന് നമ്മളുടെ ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. പിന്നെ വേരിയബിൾ റീജിയൻ ഉണ്ട്, കോൺസ്റ്റന്റ് റീജിയൻ ഉണ്ട്. വേരിയബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ 2 പേർക്കും, ഹെവി ചെയിനും ലൈറ്റ് ചെയിനും വേരിയബിൾ റീജിയൻ ഉണ്ട്, കോൺസ്റ്റന്റ് റീജിയനും 2 പേർക്കുണ്ട്. എന്താണ്? ഹെവി ചെയിൻ്റെ വേരിയബിൾ റീജിയനെ VH എന്നും ലൈറ്റ് ചെയിൻ്റെ വേരിയബിൾ റീജിയനെ VL എന്ന് പറയും. ഇനി ലൈറ്റ് ചെയിൻ ആകെ CL മാത്രമേ ഉള്ളൂ, ഒരു കോൺസ്റ്റന്റ് റീജിയൻ ആയിട്ട് പറയുള്ളൂ. പക്ഷേ ഹെവി ചെയിന് 3 കോൺസ്റ്റന്റ് റീജിയൻ വരുന്നുണ്ട്, CH1, CH2, CH3. അതിൽ CH1 CH2 നടുക്കുള്ള ആ ഒരു ഭാഗത്തിനെയാണ് ഹിഞ്ച് റീജിയൻ എന്ന് പറയുന്നത്. പിന്നെ ഇവർക്കിടയിൽ ബോണ്ടുകളുണ്ട്. അതായത് 2 ഹെവി ചെയിനിടയിലായിട്ട് ഇൻട്രാ സൾഫൈഡ് ചെയിനും പിന്നെ ഹെവി ചെയിനും ലൈറ്റ് ചെയിനും ഇടയിലായിട്ട് ഇന്റർ ചെയിൻ ഡൈസൾഫൈഡ് ബോണ്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇമ്യൂണോഗ്ലോബുലിൻ്റെ ക്ലാസ്സസ് നോക്കാം. ഏതൊക്കെയാണ്? അവരുടെ ടൈപ്പ് ഓഫ് ഹെവി ചെയിൻ ബേസ് ചെയ്ത് IgG, IgA, IgM, IgD, IgE. അപ്പോൾ ഗെയിംഡ് എന്ന് ഓർത്താൽ മതി. IgG, IgA, IgM, IgD, IgE. ഓക്കെ, ഒന്നിലെ ഗാംഡിന്നോ ഗെയിംഡെന്നോ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. IgG എന്ന് വെച്ചാൽ എന്താണ്? മോസ്റ്റ് പ്രിവലന്റ് 75 to 80% ഓഫ് ദ സിറം ആന്റിബോഡി. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് IgG ആണ്. അവരെ ഹെവി ചെയിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഗാമയാണ്. ഫങ്ഷൻ എന്താണ്? പ്രൈമറി ആന്റിബോഡി ഇൻ സെക്കൻഡറി റെസ്പോണ്ട്. ദേ ക്യാൻ ക്രോസ് ദ പ്ലാസൻഡ, പ്രൊവൈഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ടു ന്യൂ ബോൺ. അപ്പോൾ പ്ലാസൻഡ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആന്റിബോഡിയാണ് IgG എന്ന് പറയുന്നത്. അവർ സെക്കൻഡറി റെസ്പോൺസിന്റെ ഫലമായിട്ട് പ്രൈമറി ആന്റിബോഡീസ് ഉണ്ടാക്കും. ഇനി IgA എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെക്രീഷൻസ്, സലേവ, ടീയേഴ്സ്, ബ്രസ്റ്റ് മിൽക്ക്, മ്യൂക്കസ്, ഇങ്ങനെയുള്ള സെക്രീഷൻസിലുള്ളതാണ് IgA എന്ന് പറയുന്നത്. അത് എന്താണ്? മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് IgA എന്ന് പറയുന്നത്. അവരുടെ ഹെവി ചെയിൻ ടൈപ്പ് എന്ന് പറയുന്നത് ആൽഫയാണ്. ഓക്കെ, ഇനി IgM എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ ആന്റിബോഡി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ആൻ ഇൻഫെക്ഷൻ. ഏറ്റവും ഫസ്റ്റ് വരുന്നത് IgM ആണ്. അതൊരു പെൻഡാമർ ആണ്. അവരുടെ ഹെവി ചെയിൻ ടൈപ്പ് എന്ന് പറയുന്നത് മ്യൂം ആണ്. IgD എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെറത്തിലൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊരു ബീസൽ റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതിന്റെ ഹെവി ചെയിൻ ടൈപ്പ് ഡെൽറ്റയാണ്. IgE എന്ന് പറയുന്ന അലർജിക് റിയാക്ഷന്റെ സമയത്ത് ഉണ്ടാവുന്നതാണ്. ഹെവി ചെയിൻ എന്ന് പറയുന്നത് എപ്സിലോൺ ആണ്. ഓക്കെ, സോ നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഫസ്റ്റ് ഇമ്യൂണോഗ്ലോബുലിൻ G, ദാറ്റ് ഈസ് IgG. ഏറ്റവും മോസ്റ്റ് അബണ്ടന്റ് ആന്റിബോഡി എന്ന് പറയുന്നത് IgG ആണ്. അതൊരു മോണോമർ ആണ്, വൈ ഷേപ്ഡ് ആണ്. പിന്നെ എന്താണ്? മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുമ്പോൾ 1,50,000 ആണ്. പിന്നെ അവരുടെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 23 ദിവസമാണ് അതിൻ്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. സെറത്തിൽ ഒരു 100 ml സെറം നോക്കുകയാണെങ്കിൽ 16 mg IgG ആയിരിക്കുള്ളൂ. പിന്നെ കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്, ലെസ് ദാൻ അതർ ഇമ്യൂണോഗ്ലോബുലിൻ. പിന്നെ ഇവർക്ക് ദ ഓൺലി ആന്റിബോഡി ദാറ്റ് ക്യാൻ ക്രോസ് ദ പ്ലാസൻഡ വഴി ക്രോസ് ചെയ്ത് ഒരു പാസീവ് ഇമ്മ്യൂണിറ്റി ഫീറ്റസിന് നൽകുന്നത് ഈ പറയുന്ന IgG വഴിയാണ്. അപ്പോൾ ഫസ്റ്റ് എക്സ്പോഷർ ഒരു ആന്റിജൻ ആദ്യമായിട്ട് വരുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് IgM ആണ്. അത് കഴിഞ്ഞിട്ടാണ് IgG. അപ്പോൾ രണ്ടാമത് വരുമ്പോഴാണ് IgG വേഗം വന്ന് സെക്കൻഡറി റെസ്പോൺസ് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യിക്കുന്നത്. പിന്നെ അതിൻ്റെ സബ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ IG1, IG2, IG3, അങ്ങനെ IG4, അങ്ങനെ സബ് ക്ലാസ്സസ് ആണ് IgGക്ക് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് IgG ആണ്. അതൊരു
മോണോമർ ആണ്. പിന്നെ എന്താണ് അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 23 days ആണ്. പിന്നെ എന്താണ് സെറത്തിലൊക്കെ ഒരു 100 ml സെറോണെങ്കിൽ 8-16 mg ആണുള്ളത്. കാർബോഹൈഡ്രേറ്റിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് കുറവാണ്. പ്ലാസന്റെ ക്രോസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആന്റിബോഡി എന്ന് പറയുന്നത് ഇമ്യൂണോഗ്ലോബുലിൻ ജി ആണ്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഒരു ആന്റിജൻ വരുമ്പോൾ എത്തുന്നത് IgM ആണ്. രണ്ടാമത് വരുന്നത് IgG ആണ്. അതിന്റെ സബ് ക്ലാസസ് എന്ന് പറയുന്നത് IG1, IgG2, IgG3, IgG4. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്. പ്രൈമറി പ്രൊട്ടക്റ്റീവ് ആന്റിബോഡി ഇൻ ബ്ലഡ് ആൻഡ് ടിഷ്യൂ, അത് ഫാഗോസൈറ്റോസിസ് എൻഹാൻസ് ചെയ്യും, കോംപ്ലിമെന്റ് ഫിക്സേഷൻ ഹെൽപ്പ് ചെയ്യും, ടോക്സിൻ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യും, പ്രിസിപ്റ്റേഷൻ അഗ്ലൂട്ടിനേഷൻ റിയാക്ഷനിലൊക്കെ ഇൻവോൾവ് ആണ്. അടുത്ത ഇമ്യൂണോഗ്ലോബുലിൻ ആണ്. ഇമ്യൂണോഗ്ലോബുലിൻ എ, IgA എന്ന് പറയും. സെക്കൻഡ് മോസ്റ്റ് പ്രിവലന്റ് ആന്റിബോഡി ആണ്. സെറത്തിൽ നോക്കുകയാണെങ്കിൽ 10-15%. അത് കഴിഞ്ഞിട്ട്, അതായത് IgG കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് IgA ആണ്. അത് നമ്മളുടെ അതൊരു മോണോമർ ആണ്. പിന്നെ എന്താണ് അത് ഡൈമർ കണ്ട മോണോമർ. അതിൽ സെറം IgA എന്ന് പറയുന്നത് എങ്ങനെയാണ്? സെറം IgA മോണോമർ ആണ്. പക്ഷെ സെക്രീറ്ററി IgA എന്ന് പറയുന്നത് എങ്ങനെയാണ്? അത് ഡൈമർ ആണ്. ഓക്കെ, അപ്പൊ സെറത്തിലുള്ള IgA എന്ന് പറയുന്നത് മോണോമറും സെക്രീറ്ററി IgA എന്ന് പറയുന്നത് ഡൈമർ ആണ്. അതേ കണ്ടു, ഇതുപോലെ ഡൈമർ ആണ്. ഓക്കെ, മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 4 lakh ആണ്. ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ 6 to 8 days ആണ്. ഇത് സെക്രീഷൻസിൽ ലൈക്ക് സലീവ, ടിയർ, മ്യൂക്കസ്, കൊളസ്ട്രം, നമ്മളുടെ ഫസ്റ്റ് മിൽക്ക് ആയിട്ടുള്ള കൊളസ്ട്രം, ബ്രസ്റ്റ് മിൽക്ക്, ഇതിലൊക്കെ ഉള്ളത് IgA ആണ്. മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദേ പ്രിവെന്റ് മൈക്രോബ് ഫ്രം അഡറിംഗ് ടു മ്യൂക്കോസൽ സർഫസ്, പ്രൊട്ടക്ട് റെസ്പിറേറ്ററി ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് ആൻഡ് സെക്രീറ്ററി IgA ഇൻ മെറ്ററൽ മിൽക്ക് ഓഫർ പ്രൊട്ടക്ഷൻ ടു ദ ന്യൂ ബോൺ. അതാണ് അതിന്റെ ഫംഗ്ഷൻ. ഇനി അടുത്തതാണ് ഇമ്യൂണോഗ്ലോബുലിൻ എം, IgM. അത് കുറച്ച് ഹെവി ആണ് കേട്ടോ, കാരണം ഇത് കൂടുതൽ തേർഡ് മോസ്റ്റ് അബണ്ടന്റ് എന്ന് പറയണമെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻ എം ആണ്. അതൊരു പെൻഡാമർ ആണ്. ഓക്കെ, പിന്നെ ഇവരെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്തിട്ട് ഒരു ജെ ചെയിൻ ഉണ്ട്. ഓക്കെ, ഇവരെ പരസ്പരം ഇന്റർ കണക്ട് ചെയ്തൊരു ജെ ചെയിൻ ഉണ്ട്. പിന്നെ എന്താണ് 9 lakh കൊണ്ടാണ് മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. പെൻഡാമർ ആണ്. ഫസ്റ്റ് ആന്റിബോഡി ഏറ്റവും ഒരു പ്രൈമറി ഇൻഫെക്ഷൻ വരുമ്പോൾ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് IgM ആണ്. ഫസ്റ്റ് ആന്റിബോഡി ഇൻ ഫീറ്റസ്, അതായത് ഫീറ്റസിൽ, അതായത് എന്താണ് ദേ നോട്ട് ട്രാൻസ്പോർട്ടഡ് അക്രോസ് പ്ലാസന്റെ കൂടെ ക്രോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് IgGക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നാലും ഫീറ്റസിലുള്ള ഫസ്റ്റ് ആന്റിബോഡിയാണ്. പ്രസൻസ് ഓഫ് IgM ഇൻ ഫീറ്റസ് ഇൻഡിക്കേറ്റ് ഇൻഫെക്ഷൻ. അപ്പൊ ഫീറ്റസിൽ IgM ഉണ്ടെങ്കിൽ അത് ഇൻഫെക്ഷൻ ആയി എന്ന് മനസ്സിലാക്കുക. ലാക്ക് ഓഫ് IgM may lead to septicemia. ഓക്കെ, സോ അതിന്റെ ഹെവി ചെയിൻ എന്ന് പറയുമ്പോൾ മ്യൂമാണ്. അതിൻ്റെ കോൺസ്റ്റന്റ് റീജിയൻ എന്ന് പറയുമ്പോൾ CH1, CH2, CH3, CH4 ആണുള്ളത്. ഹൈലി എഫക്റ്റീവ് ഇൻ ബാക്ടീരിയൽ അഗ്ലൂട്ടിനേഷൻ, എക്സ്ട്രീംലി എഫക്റ്റീവ് ഇൻ ബാക്ടീരിയൽ കില്ലിംഗ്. ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ്, ഏറ്റവും ഫസ്റ്റ് ഓടിയെത്തുന്നത് IgM ആണ്. പിന്നെ എന്താണ് ടോക്സിൻസിനെയും വൈറസിനെയും ന്യൂട്രലൈസ് ചെയ്യും. പ്രിൻസിപ്പൽ ആന്റിബോഡി ഇൻ പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസ് ആയിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ ആന്റിബോഡിയാണ് IgM എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് തേർഡ് മോസ്റ്റ് അബണ്ടന്റ് ഇമ്യൂണോഗ്ലോബിൻ. പെൻഡാമർ ആണ്. നല്ല മോളിക്കുലർ വെയിറ്റ് ഉണ്ട്. ഓക്കെ, അടുത്തതാണ് ഇമ്യൂണോഗ്ലോബുലിൻ ഡി, IgD എന്ന് പറയും. അതിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതൊരു മോണോമർ ആണ്. അത് എന്തോ IgGയുടെ പോലെ തന്നെ സിമിലർ തന്നെയാണ്. ഇതിന്റെ ഹെവി ചെയിൻ എന്ന് പറയുന്നത് ഡെൽറ്റയാണ്. പിന്നെ എന്താണ് സെറം കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ 100 ml സെറത്തിൽ 3 gram ഉള്ളൂ, വളരെ കുറവേ ഉള്ളൂ. ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ 3 days ആണ്. ഓക്കെ, പിന്നെ അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്രൈമർലി ഇൻട്രാവാസ്കുലർ, പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് ഇമ്മച്വർ ബി ലിംഫോസൈറ്റ്. മെജോറിറ്റി ഓഫ് സെൽ ബൗണ്ട് IgD ഈസ് കാപ്പ ടൈപ്പ്, വൈൽ സെറം IgD ഈസ് ലാംഡ ടൈപ്പ്. അപ്പോൾ സെല്ലിലുള്ള സെൽ ബൗണ്ട് IgD എന്ന് പറയുന്നത് കാപ്പ ടൈപ്പും സെറത്തിലുള്ള IgD എന്ന് പറയുന്നത് ലാംഡ ടൈപ്പും ആണ്. ഇതൊരു ബി സെൽ റിസപ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബി സെൽസിന് ആന്റിജൻ റെക്കഗ്നീഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആന്റിജൻ ബൈൻഡിങ് ടു IgD മേ ആക്ടിവേറ്റ് ഓർ സപ്രസ് ബി സെൽ ഫംഗ്ഷൻ. ഇനി ഏറ്റവും ലാസ്റ്റത്തെ നമ്മളുടെ IgE എന്ന് പറയും. IgE എന്ന് പറയുന്നത് ഒരു മോണോമർ ആണ്. ഇതും IgGയുടെ പോലെ തന്നെ സിമിലർ ആണ്. ഹെവി ചെയിൻ എപ്സിലോൺ ആണ്. ഇവരുടെ ഹാഫ് ലൈഫ് എന്ന് പറയുമ്പോൾ അപ്രോക്സിമറ്റ്ലി 2 days ആണ്. ഓക്കെ, പിന്നെ എന്താണ് സെറത്തിലാകെ ട്രേസ് എമൗണ്ടേ ഉള്ളൂ. പക്ഷെ അലർജിയുടെ സമയത്ത് നന്നായിട്ട് കൂടുതൽ, അലർജിയുള്ള സമയത്ത് IgE വളരെ കൂടുതലാണ്. ഓക്കെ, പിന്നെ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. high affinity for mast cells and basophil. They bind to antigen and trigger histamine release. അപ്പോൾ ഈ ഒരു IgE ആന്റിബോഡി ആന്റിജൻ ആയിട്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ ഹിസ്റ്റമിനെ കൊണ്ട് കുറച്ച് സെക്രീഷൻസ് ഒക്കെ സെക്രീറ്റ് ചെയ്ത് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കിയിരിക്കും. ഓക്കെ, പക്ഷേ ഇവർ കോംപ്ലിമെന്റ് ആക്ടിവേഷൻ ഒന്നും ഹെൽപ്പ് ചെയ്യില്ല. പ്ലാസന്റെ ക്രോസ് ഒന്നും ചെയ്യില്ല. ഇതിന്റെ എന്താണ് ഇറ്റ് ഡിഫൻസ് എഗെയിൻസ്റ്റ് പാരസൈറ്റ്, അലർജിക് റിയാക്ഷൻ മെയിനായിട്ട് മീഡിയേറ്റ് ചെയ്യും, ലൈക്ക് ആസ്മ, ഹേ ഫീവർ, എക്സിമ, പിന്നെ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷനിലൊക്കെ ഇവർക്ക് പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ആന്റിജൻ ആൻഡ് ആന്റിബോഡി.